പത്തനംതിട്ട അടൂരിൽ നിന്ന് ഒരു പെൺകുട്ടി ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോയിലേക്ക് അടുത്ത മാസം യാത്ര തിരിക്കുകയാണ്. ഒരു അപകടത്തിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്ന ആളാണ് സോനു സോമൻ. കാഴ്ച തിരികെ ലഭിച്ചപ്പോൾ ആദ്യം ചെയ്തത് കാഴ്ചകൾ കാണാൻ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് നിതിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്തനംതിട്ട അടൂർ സ്വദേശിയായ സോനു സോമൻ തൻ്റെ ആദ്യ ചുവടുവെപ്പ് ട്രക്കിങ്ങിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് തുടങ്ങിയത് തിരുവനന്തപുരത്തെ അഗസ്ത്യാർകൂടത്തിൽ നിന്നാണ്. ഇപ്പോൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പും കീഴടക്കി അടുത്ത ലക്ഷ്യം ആഫ്രിക്കയിലെ കിളിമാഞ്ചാരോ എന്ന് പറയുന്ന സ്ഥലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടികളിൽ ഒന്നാണ് കിളിമാഞ്ചാരോ. സോനു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സോനു, എങ്ങനെയാണ് ഈ ട്രക്കിംഗ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വന്നു ചേർന്നത്? 2023 തൊട്ടാണ് ട്രെക്കിംഗ് എൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. അതിനൊരു റീസൺ എന്ന് പറഞ്ഞത് 2018 എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ കണ്ണിനാണ് ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ വിഷൻ പോകുന്നൊരു സിറ്റുവേഷനായിരുന്നു. അന്ന് തൊട്ടാണ് എനിക്ക് ഈ കാഴ്ച എന്താ പറയുക, ഈ ലോകം കാണണം, കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുന്നേ എനിക്ക് എവറസ്റ്റ് കണ്ണുകൊണ്ട് കാണണമെന്ന് തുടങ്ങിയിട്ട് അതിനുള്ളൊരു പ്രാക്ടീസ് എന്നുള്ളതാണ് ട്രെക്കിങ് തുടങ്ങിയത്. ആദ്യം അഗസ്ത്യാർകൂടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ബാണാസുര, ബ്രഹ്മഗിരി എന്നുള്ള കേരളത്തിലെ കുറച്ച് ട്രെക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഉത്തരാഖണ്ഡിലെ കേദാർഗന്ധ എന്ന് പറഞ്ഞിട്ടൊരു വിൻ്റർ ട്രെക്കിംഗ് ചെയ്തു. അതിനുശേഷം ബേസ് ക്യാമ്പിലേക്ക് പോകുമായിരുന്നു. എന്നാണ് ഈ കിളിമാഞ്ചാരോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേരളത്തിൽ നിന്ന് പോകുന്നത്? ജൂലൈ 8 പോണത്. 10 ദിവസത്തെ ട്രെക്കിംഗ് ആണ്. 18 തിരിച്ചു വരും. ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇത്രയും ദൂരം നടക്കണം, അതേപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ്, കുറേയേറെ ഫിസിക്കൽ ഇഷ്യൂസ് വരും. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എങ്ങനെയാണ് ഈ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്? കംപ്ലീറ്റ് ചെയ്യണം, അവിടെ പോകണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത്. ഇപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഉള്ള രീതിയിൽ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ യോഗ ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് എക്സസൈസാണ് ഇപ്പോൾ ചെയ്യണത്. അല്ലാതെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ആയിട്ടൊന്നും എനിക്ക് പറയാനില്ല. കൂടുതലും എന്തെങ്കിലുമൊക്കെ ട്രെക്കിങ് കണ്ടിന്യൂ ചെയ്യുക, കാലിന് എപ്പോഴും ട്രെക്ക് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. കുടുംബത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട്, ഈ ഒരു ഇങ്ങനെ ട്രക്കിങ്ങിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ജോലി ഉപേക്ഷിക്കുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും എൻ്റെ അടുത്ത് ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും ഒരു ആക്സിഡൻറ്റിന് ശേഷമുള്ള ഒരു ഷോക്ക് റിക്കവർ ചെയ്യാൻ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് യാത്ര മാത്രമായിരുന്നു. അപ്പം ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ, എല്ലാത്തിനും കൂടെ ഉണ്ടെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എത്ര വർഷമായി ഈ ഒരു യാത്രകൾ ചെയ്തു തുടങ്ങിയിട്ട്? ഇപ്പോൾ 4 വർഷമാവും. 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ട്രെക്കിങ് തന്നെയാണ് ചെയ്യുന്നത്. വേറെ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും അടുത്തടുത്ത മലകളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. ഈ കിളിമാഞ്ചാരോ കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം ഈ 7 സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ അടുത്ത ചുവടുവെപ്പ് എന്താണ്? അടുത്തൊരു സ്ഥലം ഏതായിരിക്കും? അത് മൗണ്ട് വിൻസണൊക്കെ പോകണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. പക്ഷേ അതിനെല്ലാം ഈ സ്പോൺസർഷിപ്പ് മെയിൻ ഒരു ഘടകമാണ്. ബേസ് ക്യാമ്പിൽ പോയത് എൻ്റെ സ്വന്തം എക്സ്പെൻസിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കിളിമഞ്ചാരോ അങ്ങനെയുള്ള ഇനി മൗണ്ടൻസിൻ്റെ ഹൈറ്റ് കൂടുന്നതോറും എക്സ്പെൻസും കൂടുതലായിരിക്കും. അപ്പോൾ സ്പോൺസേഴ്സൊക്കെ റെഡി ആവുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സോനുവിന് സാധിക്കട്ടെ. മീഡിയ വണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ സച്ചിനോടൊപ്പം നിതിൻ തോമസ്, മീഡിയ വൺ, പത്തനംതിട്ട.